ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ റോഡ് ഷോ നിൽക്കുന്ന സമയത്ത് എൻ്റെ പുറകിൽ 2 വലിയ പച്ചപ്പതാക ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ടിട്ട് റെഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം വരുന്നത്. എന്താ, ഇയാൾ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണോ, BJP അത് പ്രചരിപ്പിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞങ്ങളുടെ റോഡ് ഷോയിൽ കൊടിയാണോ, പ്ലക്കാർഡാണോ, അതല്ലെങ്കിൽ ബലൂണാണോ, അതൊഞ്ഞ് ചുമ്മാ കൈവീശലാണോ, എന്താ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നൂടെ? അത് AKG സെന്ററിൽ എഴുതി ചോദിക്കാൻ പറ്റുമോ? ഞങ്ങൾ നാളത്തെ പ്രകടനത്തിൽ കൊടി പിടിക്കണോ, അതല്ല പ്ലക്കാർഡ് പിടിക്കണമെന്ന് ഞങ്ങളുടെ ഇഷ്ടം. അതിനെ സംബന്ധിച്ച് അവര് ബോധവാന്മാരാവണ്ട, അവര് ബോധവടാവണ്ട. ആ പ്രചരണത്തിലൂടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാവുന്നു. അതിന് ശ്രമിക്കുന്നതില് BJP ശ്രമിക്കുന്ന അവരുടെ അവരുടെ പ്രഖ്യാപിത നയം പോളറൈസേഷൻ ആണെന്ന് വിചാരിക്കുക. CPM എന്തിനാണ് അതിനെ പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊടി വെച്ചാലും പ്രതികരണം, കൊടി ഒഴിവാക്കിയാലും പ്രതികരണം. അപ്പൊ അതിൽ അവരങ്ങനെ ഓവർ ടെൻസ്ഡ് ആവണ്ട. ഞങ്ങൾ കൊടി പിടിക്കേണ്ടപ്പോൾ കൊടി പിടിക്കും, പ്ലക്കാർഡ് പിടിക്കേണ്ടപ്പോൾ പ്ലക്കാർഡ് പിടിക്കും. ചിലപ്പോൾ ഞങ്ങൾ ചുമ്മാ കൈവീശി നടക്കും. പക്ഷെ ഞങ്ങളുടെ കൈകൾ പരസ്പരം തോളിലിട്ടതായിരിക്കും. അവരുടെ രക്തസാക്ഷികളെയൊന്നും എനിക്ക് ബഹുമാനക്കുറവില്ല. എല്ലാ രക്തസാക്ഷികളും അവരൊരു കോഴ്സിന് വേണ്ടി ജീവൻ കളഞ്ഞവരാണ്. അവര് രക്തസാക്ഷികളാക്കിയവരും ഒരുപാടുണ്ട്. ഇന്നലെ രാത്രി ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ പോയി. എന്തിനു വേണ്ടിയാണ്? എന്തിനാ തെരഞ്ഞെടുപ്പിൽ ബോംബ് ഉണ്ടാക്കുന്നത്? ഇപ്പൊ കൊടി, ഫ്ലെക്സ്, പോസ്റ്റർ ഇതൊക്കെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ. എന്താ തെരഞ്ഞെടുപ്പിൽ ബോംബിന്റെ പർപ്പസ് എന്താ? അപ്പൊ അവരുടെ നയങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നത് മറന്നിട്ട് അവര് വ്യതിചലിച്ചത് തിരിച്ചറിയുന്ന ഇടത് സ്വഭാവമുള്ള ആളുകൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ട്. അവര് വിചാരിക്കുന്നത് ആ രക്തസാക്ഷികൾ ഇവരുമായിട്ടാണ് കൂടുതൽ ചേരുന്നത് എന്നുള്ളത്. അതിന്റെ സംഘടിതവും സംഘടനാപരമായ രൂപമായിരിക്കില്ല. അക്രമ രാഷ്ട്രീയത്തിനെതിരായ ഒരു വോട്ടിംഗ് നടക്കുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട് കഴിഞ്ഞു, ബോംബ് ഉണ്ടാക്കുന്നിടത്ത് പൊട്ടിത്തെറിച്ചിട്ട്. അത് അവിടെ പൊട്ടിയില്ലെങ്കിൽ പിന്നെ അത് ആരുടെ ഇടയിലായിരുന്നു പൊട്ടുമായിരുന്നു? ആലോചിച്ച് നോക്കി. അപ്പൊ അവര് തിരുത്താൻ തയ്യാറാവുന്നില്ല. അങ്ങനെ എതിരെ വരുന്നതിന് മുഴുവൻ ഉന്മൂലനം ചെയ്തിട്ട് ഒരു പൊളിറ്റിക്സിന് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? ജനങ്ങളെ തിരുത്തും. ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി, പദവികളല്ല. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭരണാധികാരിയല്ല. അതും രാജ്യത്താണെങ്കിലും ഇവിടെ സംസ്ഥാനത്താണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളാണ്.